ഭാരതത്തിന്റെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയിൽ ക്രൈസ്തവ സഭകളും മിഷണറിമാരും വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് എന്നും വലിയൊരു താങ്ങായിരുന്നത് വിദേശത്തു നിന്നുള്ള ക്രൈസ്തവ സഹോദരങ്ങളുടെയും കാരുണ്യം നിറഞ്ഞ മനുഷ്യരുടെയും ധനസഹായമായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ഭേദഗതി ബിൽ 2026 ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വേരറക്കുന്ന ഒന്നാണെന്ന് പറയേണ്ടി വരും. രാജ്യസുരക്ഷയുടെയും സുതാര്യതയുടെയും പേരിൽ കൊണ്ടുവരുന്ന ഈ നിയമം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഒരു പ്രത്യേക ജനവിഭാഗത്തെയും അവരുടെ നന്മ പ്രവർത്തികളെയുമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതൽ എന്നത് അഗതികളെ സഹായിക്കുക എന്നതാണ്. ഉത്തരേന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലും വനപ്രദേശങ്ങളിലും സർക്കാരുകൾക്ക് പോലും ചെന്നെത്താൻ സാധിക്കാത്ത ഇടങ്ങളിൽ മിഷണറിമാർ വിദ്യാലയങ്ങളും ആശുപത്രികളും അനാഥാലയങ്ങളും നടത്തുന്നത് വിദേശ ഫണ്ടുകളുടെ സഹായത്തോട് തന്നെയാണ്. 2026 പുതിയ ഭേദഗതി അനുസരിച്ച് വിദേശ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കും. ഭരണച്ചെലവുകൾ കേവലം 20% വിനിയോഗിക്കുന്നത് വഴി അവിടെ സേവനം ചെയ്യുന്ന അധ്യാപകർക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ ന്യായമായ ശമ്പളം നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഇത് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെയും രോഗികളുടെ ചികിത്സയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ബില്ലിലെ ഏറ്റവും ഭയാനകമായ വകുപ്പ് വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആസ്തികൾ പിടിച്ചെടുക്കുവാനുള്ള സർക്കാരിന്റെ അധികാരമാണ്. ദശകങ്ങളായി പടുത്തുയർത്തിയ പള്ളികൾ, കോൺവെന്റുകൾ, ആശുപത്രികൾ എന്നിവയുടെ FCRA ലൈസൻസ് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കപ്പെട്ടാൽ ആ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സർക്കാരിന് സാധിക്കും. ഇത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. ആർട്ടിക്കിൾ 30 അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള അവകാശത്തെ ഇത് പരോക്ഷമായി ഇല്ലാതാക്കുന്നു. ദേശീയ താൽപര്യം എന്ന അവ്യക്തമായ പദപ്രയോഗം ഉപയോഗിച്ച് ഏത് സ്ഥാപനത്തെയും വേട്ടയാടുവാൻ ഉദ്യോഗസ്ഥർക്ക് ഇതുവഴി അധികാരം ലഭിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ കാർ ലൈസൻസ് റദ്ദാക്കപ്പെടുകയോ എന്തെങ്കിലും കാരണത്താൽ പുതുക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ വാഹനം സർക്കാർ ഏറ്റെടുക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനു പുറമെ ഉടമയ്ക്ക് വിദേശത്തു നിന്ന് സുഹൃത്ത് അല്ലെങ്കിൽ ഭാര്യ അയച്ചു തന്ന പണം ഉപയോഗിച്ച് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഏറ്റെടുക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായാലോ? ഇതാണ് FCRAയിലും സംഭവിക്കുക. അതല്ലാതെ ക്രൈസ്തവ സഭകൾ പണം മുക്കുന്നു, ഒളിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തീർത്തും യുക്തിക്ക് നിരക്കാത്തതാണ്. നിലവിൽ ഡൽഹിയിലുള്ള SBI ബാങ്ക് വഴി മാത്രമാണ് FCRA സ്വീകരിക്കുവാൻ സാധിക്കൂ. ഇനി അതല്ല, നികുതി വെട്ടിപ്പാണെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പേ ഇൻകം ടാക്സ് പിടിമുറുക്കുകയോ അതല്ലെങ്കിൽ FCRA ലൈസൻസ് തന്നെയോ റദ്ദാക്കപ്പെടാമായിരുന്നു. നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനും അതുപോലെ ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ സഭയ്ക്ക് സാധിച്ചിട്ടുള്ളത്. അത് ഒരു വളരെ നല്ല കാര്യമായിട്ട് കരുതേണ്ടതിന് പകരം അതിനെയെല്ലാം ഒരു ഏതാണ്ട് ദേശവിരുദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിലേക്കൊക്കെ കൊണ്ടുവരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദേശ സഹായം സ്വീകരിക്കുന്നത്? ഏറ്റവും കൂടുതൽ വിദേശികളും നമ്മൾക്ക് ട്രസ്റ്റുകൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ കാരുണ്യ ഭവനങ്ങൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, അംഗവൈകല്യം എന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാനസിക സവിശേഷതകളുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഭവനങ്ങൾ ആരംഭിക്കാനും അത് നടത്തിക്കൊണ്ടു പോകുവാനുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശ സഹായം ലഭിക്കുന്നത്. അത് വിദേശ സഹായം എന്ന് പറയുന്നത് വിദേശികൾ അവരുടെ ഒരു ദശാംശം, അവരുടെ സമ്പത്തിൻ്റെ ഒരംശം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നൽകുമ്പോൾ അത് പാവപ്പെട്ട രാജ്യങ്ങളിലെ ട്രസ്റ്റുകൾ വഴി ആ വ്യക്തികൾക്ക് കൊടുക്കുന്നു. ഇതാണ് ഈ വിദേശ ഫണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആരാധനാലയങ്ങൾ പണിയാനായിട്ട് അവർ സഹായം തന്നിട്ടുണ്ട്. ഇതെല്ലാം അവരും വെറുതെ തരുന്നതല്ല. അവർ വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടി മാത്രമേ അവരും ഫണ്ട് തരത്തുള്ളൂ. അത് കൃത്യമായിട്ട് ഇവിടെ വിനിയോഗിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തും. അപ്പോൾ നിയമപരമായ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് റദ്ദാക്കാനും ഒക്കെയുള്ള അധികാരം ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പം ഞങ്ങളെ ഇവിടെ അല്പമെങ്കിലും കുറേയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ FCRA ഉപയോഗിച്ച് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിത കോളേജുകളോ സ്കൂളുകളോ ആരാധനാലയങ്ങളോ ഒക്കെ ഏറ്റെടുക്കാനും പിന്നെ അത് വിൽക്കാനും, ആ വിറ്റിട്ട് അതിൻ്റെ പണം മറ്റൊരു ഫണ്ടായിട്ട് രൂപീകരിക്കാനും ഒക്കെ ആയിട്ട് അവർ
ഒരു നിയമം കൊണ്ടുവരികയാണ്. നമുക്ക് അതൊക്കെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം നമ്മൾ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കോളേജുകൾ, പഴയ കോളേജുകളെല്ലാം തന്നെ വിദേശ ഫണ്ടിങ് മൂലം ഇവിടെ നിലവിൽ വന്നിട്ടുള്ളതാണ്. അതുവഴി എത്രയോ പേര് പഠിച്ചിറങ്ങിപ്പോയി, നാനാജാതി മതസ്ഥർ. അപ്പോൾ അതൊക്കെ അത് നടത്തുന്ന ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കി എന്നുള്ളത് കൊണ്ട് ആ കോളേജുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം പിടിച്ചെടുക്കുക, ആ സമ്പത്ത് അത് കൈമാറ്റം ചെയ്യുക, ഇതിനൊക്കെയുള്ള ഒരു അധികാരം ഇതൊരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള, അതുപോലെ ആരാധനാലയങ്ങൾ പോലും ഏറ്റെടുക്കാം, അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്താതെ അത് മറ്റൊരു സംവിധാനത്തിലേക്ക് അത് കൈമാറാം. പിന്നീട് വീണ്ടും ഈ ലൈസൻസ് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ച് നൽകാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇത് കുറേയൊക്കെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് കുറേ നന്മ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുഗ്രാമങ്ങളിൽ പോലും ഇന്ന് ഒത്തിരിയേറെ ജനോപകാരപ്രദമായ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തുന്ന ട്രസ്റ്റുകളുണ്ട്. അവരൊക്കെ ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് ആ സ്ഥാനം ഏറ്റെടുക്കുമോ അതൊട്ടില്ലതാണ്. അപ്പോൾ ആ രീതിയിൽ കുറേ നന്മ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു ബില്ല് കൊണ്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് പുനഃപരിശോധിക്കണമെന്ന്. ദൗർഭാഗ്യവശാൽ നമ്മുടെ MP-മാരെല്ലാം നാട്ടിലാണ്. പാർലമെൻറ്റിൽ അവർക്ക് ശബ്ദമുയർത്താൻ പോലും സാധിക്കുന്നില്ല. അവരെല്ലാം തന്നെ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അവരെല്ലാവരും തന്നെ ആ സംസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ട് പലർക്കും ഈ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഈ സമയത്ത് ഇത് അവതരിപ്പിച്ച് ചർച്ചകളില്ലാതെ പാസ്സാക്കി എടുക്കാനാണോ എന്നൊക്കെ ഞങ്ങൾ ഗൗരവമായിട്ട് സംശയിക്കുന്നുണ്ട്. ഇല്ല, തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അത് നിയന്ത്രിക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. വിദേശ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സർക്കാർ പരിശോധിച്ചോട്ടെ. അതിന് ഇപ്പോൾ തന്നെ നിയമങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസയുടെ സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അവരുടെയും ഈ FCRA അക്കൗണ്ട് മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് ഏതായാലും വീണ്ടും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ചില നിയമങ്ങൾ മൂലമാണ് അവരുടെ പല ഭവനങ്ങളും അവർ നിർത്തലാക്കി. അതുകൊണ്ട് ആർക്കാണ് നഷ്ടം? ഈ രാജ്യത്തെ പൗരന്മാർക്കല്ലേ, അല്ലാതെ അവർക്കെന്താണ്? ഇപ്പോൾ ഞങ്ങൾ ഒരു ബോയ്സ് ഹോമോ ഒരു ഗേൾസ് ഹോമോ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു ഭവനം പൂട്ടുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒന്നുകിൽ തെരുവുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കരങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നഷ്ടം ഈ സർക്കാരിന് തന്നെ. കാരണം അവരുടെ പൗരന്മാരെയല്ലേ നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനും പഠിപ്പിക്കാനായിട്ടും എല്ലാം ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. മതപരിവർത്തന നിരോധന നിയമത്തെയും FCRA ഭേദഗതിയെയും ചേർത്ത് വായിക്കണം. കാരുണ്യ പ്രവർത്തനങ്ങളെ നിർബന്ധിത മതപരിവർത്തനം എന്ന് മുദ്രകുത്താൻ നിലവിൽ ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട്. ഒരു മിഷണറി ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതോ ഒരു പാവപ്പെട്ട കുട്ടിക്ക് പുസ്തകം നൽകുന്നതോ പോലും മതപരിവർത്തന ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടാം. അത്തരത്തിൽ ഒരു പരാതി ഉയർന്നാൽ ഉടൻ തന്നെ FCRA ലൈസൻസ് മരവിപ്പിക്കുവാനും തുടർന്ന് ആ സ്ഥാപനം തന്നെ പിടിച്ചെടുക്കുവാനും പുതിയ നിയമം വഴി സാധിക്കും. ഇത് മിഷണറിമാരുടെ ആത്മവീര്യം കെടുത്തുന്നതിനും സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിനും ഇടയാക്കും. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയിലാണ് ക്രൈസ്തവ സഭകളുടെ ഭൂസ്വത്തുക്കളെക്കുറിച്ചുള്ള ചർച്ചകൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ സജീവമാക്കിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ക്രൈസ്തവ സഭയ്ക്കാണെന്ന തെറ്റായ പ്രചാരണം ഇതിന്റെ ഭാഗമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം FCRA ഭേദഗതിയെയും കാണാൻ. നിയമപരമായ മാർഗങ്ങളിലൂടെ ക്രൈസ്തവ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കി അവയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ശ്രമമാണിതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ സഭ എന്നത് ഒരാഗോള കൂട്ടായ്മയാണ്. വിദേശത്തു നിന്നുള്ള സഭാംഗങ്ങൾ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും സേവനത്തിനുമായി നൽകുന്നത് കാലങ്ങളായുള്ള രീതിയാണ്. ഇതിനെ വെറും വിദേശ പണമെന്ന് വിശേഷിപ്പിക്കുന്നത് ക്രിസ്തീയ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാകാത്തതുകൊണ്ടാണ്. സുതാര്യത കൊണ്ടുവരുവാനാണ് ഈ നിയമമെന്ന് സർക്കാർ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇത് NGOകളുടെ മേൽ സർക്കാരിന് പൂർണ്ണ നിയന്ത്രണം നൽകുകയാണ് ചെയ്യുന്നത്. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്ന സാമൂഹിക പ്രവർത്തകർക്കോ സഭകൾക്കോ ഇനി ഭയമില്ലാതെ സംസാരിക്കുവാൻ കഴിയില്ല. കാരണം അവരുടെ FCRA ലൈസൻസ് റദ്ദാക്കപ്പെടുമെന്ന ഭീഷണി എപ്പോഴും ഉണ്ടാകും. ഇത് ജനാധിപത്യത്തിലെ വിയോജിക്കുവാനുള്ള അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ്. ഈ പുതിയ നിയമം
ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാടൻ നിയമം തന്നെയാണ്. ഇത് സഭയുടെ പ്രവർത്തനങ്ങളെ ഞെരുക്കാനും സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുവാനും അതുവഴി രാജ്യത്തിന്റെ വികസനത്തിൽ ക്രൈസ്തവ വഹിക്കുന്ന പങ്ക് ഇല്ലാതാക്കുവാനും കാരണമാകും. ഈ നിയമം പാവപ്പെട്ടവന്റെയും അഗതികളുടെയും വയറ്റത്തടിക്കുന്ന ഒന്നാണ്. നിലവിൽ ശക്തമായ നിയമങ്ങൾ നിലനിൽക്കെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഭേദഗതി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിലെ വൈരുദ്ധ്യം ജനം തിരിച്ചറിയണം. അതിനാൽ ക്രൈസ്തവ സഭകൾ ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയും സമൂഹം ഒന്നിച്ചു നിൽക്കുകയും വേണം. ഈ ഭേദഗതി പാവപ്പെട്ടവന്റെയും അഗതികളുടെയും വയറ്റത്തടിക്കുന്ന ഒന്നാണ്. നിലവിൽ ശക്തമായ നിയമങ്ങൾ നിലനിൽക്കെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഭേദഗതി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിലെ വൈരുദ്ധ്യം ജനം തിരിച്ചറിയണം. അതിനാൽ ക്രൈസ്തവ സഭകൾ ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയും സമൂഹം ഒന്നിച്ചു നിൽക്കുകയും വേണം.